നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 12th നവംബർ. ഇന്ന് നിഫ്റ്റി മൊത്തത്തിൽ ഒരു സൈഡ് വേസ് സെറ്റപ്പാണ് നമുക്ക് തന്നത്. അപ്പോൾ ഒരു സൈഡ് വേസ് സെറ്റപ്പിലും ഓർഡർ ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം? കാര്യം നമുക്ക് എപ്പോഴും ട്രേഡ് വരണമെന്നില്ല. നമുക്ക് പക്ഷേ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടും. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു എ പ്ലസ് ട്രേഡ് സെറ്റപ്പ് അത് ഞാൻ എടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ട്രേഡാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. രാവിലെയൊക്കെ നിഫ്റ്റി ഒരു ഭയങ്കരമായിട്ടൊരു സ്വിംഗ് സൈഡ് വേസ് മൂവ്മെൻ്റാണ് തന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു ചെറിയൊരു സ്കാൽപ്പിംഗ് സെറ്റപ്പാണ് നോക്കിയത്. ആ സെറ്റപ്പ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഓർഡർ ഫ്ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയൊരു സെറ്റപ്പ് വന്നത് ഏകദേശം രാവിലെ 11:15-നാണ്. അപ്പോൾ ഈ സെറ്റപ്പ് എങ്ങനെയാണ് എടുത്തതെന്ന് ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസത്തെ ലെവൽസൊക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ചിട്ട ഒരു ലെവൽസാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 11:35 ട്രേഡ് വന്ന ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഡേ വിവാപ്പാണ്. വിവാപ്പ് എന്ന് പറഞ്ഞാൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. അപ്പോൾ ഓരോ ദിവസത്തെ വിവാപ്പും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വിവാപ്പിൽ എപ്പോഴും ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ അന്നത്തെ ദിവസത്തെ വിവാപ്പാണെങ്കിലും തലേ ദിവസത്തെ വിവാപ്പാണെങ്കിലും അത് പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യും. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് ഈ വരുന്ന കീ ലെവൽസിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ട്രേഡ് എടുക്കാൻ യൂസ് ചെയ്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ സെറ്റപ്പാണ്. ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ ഒരു ഭയങ്കര ചോപ്പി മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിന്. ഒരു 10:40 തൊട്ട് ഒരു ചോപ്പി മൂവ്മെൻ്റ് ആയിരുന്നു. മുകളിലേക്കും അല്ല താഴേക്കും അല്ല. നമുക്ക് വ്യക്തമായിട്ടൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ മുകളിലോട്ട് പോകുമോ അടിയിലോട്ട് പോകുമോ എന്നറിയില്ല. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ അൺയൂഷ്വലായിട്ട് ഒരു സെല്ലേഴ്സിനെ ട്രാപ്പഡ് ആയിട്ട് കണ്ടത്. കാര്യം അതുവരെയുള്ള വോളിയം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 20K വോളിയം ഒന്നും ഇത്രയും വലിയ വിക്കി പോലും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ 11:15 ക്യാൻഡിൽ നോക്കിയപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടി അവിടെ ഡാർക്ക് റെഡ് കളറിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്യാൻഡിൽസ് ഒക്കെ നോക്കി അറിയാം, ഇത്രയും ഡാർക്ക് റെഡ്, ഒരു ബ്രൗണിഷ് റെഡ് കളറ് മുന്നേ വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്കിത് മിസ്സാവാനും ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ട്രേഡായിരുന്നു അത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 20K വോളിയത്തിൽ ഉള്ള സെല്ലേഴ്സ് നമ്മുടെ ഈ വിക്ക് അടിയിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പിന്നെ ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. കോട്ട് എല്ലിൻ്റെ വാല്യൂ നോക്കി അറിയാം, -22K, ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഈ പ്രൈസിന് താഴെ പോകാണ്ട് അവിടെ ഒരു വിക്ക് ഫോം ചെയ്തൊരു പ്രൈസ് അതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ 22K സെല്ലിംഗ് പ്രഷറിൽ വന്ന ഈ 20K വോളിയത്തിലുള്ള സെല്ലേഴ്സ് ഈ വിക്കിൽ ട്രാപ്പായി. ഇത് നമുക്കൊരു എൻട്രി കൺഫർമേഷൻ അല്ല, ഇത് നമുക്കൊരു കൺഫർമേഷൻ ആണ്. ഇവിടുന്ന് നമ്മൾ നോക്കേണ്ട ട്രേഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ കോളാണ്, അത് കോൾ സൈഡ്, അത് ലോങ്സ് ആണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള കൺഫർമേഷനാണ് നമുക്ക് ഈ 11:15 ക്യാൻഡിൽ ലഭിച്ചത്. നമ്മൾ എപ്പോഴാണ് ട്രേഡ് എടുക്കുക എന്ന് വെച്ചാൽ തൊട്ടടുത്ത ക്യാൻഡിലിൽ മേളിലേക്ക് പോകുന്തോറും ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ റോസ് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ കളർ കാണുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ സെല്ലേഴ്സ് ട്രാപ്പായി, ഇവിടെ ബയേഴ്സ് വന്നു തുടങ്ങി. അതുമാത്രമല്ല ഈ പ്രൈസിൻ്റെ മേളിൽ വാങ്ങാൻ ബയേഴ്സ് റെഡിയായി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ക്യാൻഡിലിൽ ഏതെങ്കിലും ഒരു പോക്കറ്റ് പൊസിഷനിൽ ട്രേഡ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ വാങ്ങിയാലും കുഴപ്പമില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മളെപ്പോഴും ഈ കീ ഏരിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കീ ഏരിയയുടെ ഒരു കുറച്ച് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനത്തെ വരുന്ന റിജക്ഷൻ ക്യാൻഡിലൊക്കെ കുറച്ച് അടിയിലോട്ട് വന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്റ്റ് ആവും. പിന്നെ ഓപ്ഷൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യുന്നത്, ടാർഗറ്റ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. അതിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഞാൻ എൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ ട്രേഡ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് കൺഫേം ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു ട്രേഡ് കൺഫേം ആക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നോക്കുന്നത് പ്രീമിയം ചാർട്ടാണ്. പ്രീമിയം ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ഡിസ്കൗണ്ട് സോണിൽ പ്രീമിയം ബൈ ചെയ്തിട്ട് നമുക്ക് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ട്രേഡ് എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് തൊട്ടടുത്താണ്, നമ്മുടെ റിസ്ക് ഒരുപാട് ദൂരെയാണെങ്കിൽ
ആ ട്രേഡ് ഞാൻ എടുക്കില്ല. ഈ ട്രേഡിൽ എനിക്ക് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയ ട്രേഡാണ്. നിങ്ങൾ ഇത് സിമ്പിൾ അപ്രോച്ച് സെറ്റപ്പാണ്. നമുക്കൊരു ബ്രെഡ് ആൻഡ് ബട്ടർ സെറ്റപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ്. കാര്യം നമ്മൾ ഈ ഓർഡർ ഫ്ലോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും 1-2 ട്രേഡ് നമുക്ക് ദിവസം ഇപ്പോൾ സൈഡ് വേസ് ആയാലും ട്രെൻഡിങ് ഡേ ആയാലും കീ ലെവൽസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡ് എന്തായാലും കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.